Welcome to Tiffany's Kitchen. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് വെള്ളക്കടല യൂസ് ചെയ്തുകൊണ്ട് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ചപ്പാത്തിയിലേക്ക് ഒരു സൈഡായിട്ടൊക്കെ കഴിക്കാവുന്ന, നമ്മൾ പുറത്തൊക്കെ പോയാൽ ബീച്ചിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങി കഴിക്കാറുള്ള ആ ഒരു ചാറ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഹെൽത്തി ആയിട്ട് നമുക്ക് മക്കൾക്ക് വൈകുന്നേരങ്ങളിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വേവിച്ച കടലയാണ് എടുത്തിട്ടുള്ളത്. ബാക്കി വെജിറ്റബിൾസൊക്കെ ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഡ് ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളക്കടല വേവിച്ചതിലേക്ക് ഈ ഒരു ബൗളിലേക്ക് തന്നെ നമുക്ക് എല്ലാം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള, അതും കുഞ്ഞായി ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ, ഇപ്പോൾ വലിയ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതിയൊക്കെ ചേർത്താൽ മതി. പിന്നെ ഒരു വലിയ കുക്കുംബർ ഞാനിവിടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം മല്ലിയില. ഇനി വേണ്ടത് പെപ്പർ പൗഡറാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചാറ്റ് മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിന് മുകളിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചന ചാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. വെറുതെ ചപ്പാത്തിയിലേക്ക് പൂരിയിലേക്കൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണല്ലോ ഈ ഒരു ചാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.